1992 ഡിസംബർ 6-ന് തകർക്കപ്പെട്ട ബാബരി മസ്ജിദിന് തൊട്ടരികെയുള്ള ഹനുമാൻഗഡി ക്ഷേത്രത്തിലെ പൂജാരി മഹന്ത് ഗ്യാൻദാസിന് ഇത് ചരിത്രത്തോടുള്ള നീതി പുലർത്തലാണ്. നവാബുമാരുടെ കാലത്ത് തിറെഴുതി കിട്ടിയ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഹനുമാൻഗഡി അയോധ്യയുടെ സമ്പന്നമായ ഹിന്ദു മുസ്ലിം ചരിത്രത്തിന്റെ ബാക്കിപത്രമാണെന്ന പക്ഷക്കാരനാണ് മഹന്ത് ഗ്യാൻദാസ്. ഗഡിയുടെ പാട്ടഭൂമിക്കകത്ത് സ്ഥിതി ചെയ്ത ഷാ ആലം മസ്ജിദ് കൈവശപ്പെടുത്താമായിട്ടും മഹന്ത് മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായി. 700 വർഷത്തിലേറെ പഴക്കമുള്ള മസ്ജിദ് ഭൂകമ്പത്തിൽ പരിസരത്തെ മറ്റു കെട്ടിടങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ ഭരണകൂടം പൊളിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഘട്ടത്തിൽ മസ്ജിദ് പുനർനിർമ്മിക്കാമെങ്കിൽ അതിനാവശ്യമായ അനുമതിയും പണവും നൽകാമെന്ന് ഗ്യാൻദാസ് മുസ്ലിം നേതാക്കളെ അറിയിക്കുകയായിരുന്നു. हमने सोचा कि क्यों गिराया जाएगा, क्या इसका रिपेयरिंग करा दिया जाए. तो बाबू भाई हमसे मिलते जुलते हैं, हमारे मित्र टाइप के हैं, तो उनको हमने बुलाया और कहा कि इस मस्जिद का आप पुनर्निर्माण कराइए. വിട്ടുതരാൻ ഗ്യാൻദാസ് തയ്യാറാണെന്ന് അറിഞ്ഞ മുസ്ലിങ്ങൾ ഷാ ആലം മസ്ജിദ് സ്വന്തം നിലയിൽ പണം കണ്ടെത്തി പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഗ്യാൻദാസിന്റെ ഉറ്റ സുഹൃത്തായ ബാബു ഖാൻ ആണ് ബാബരി മസ്ജിദ് കഴിഞ്ഞാൽ അയോധ്യക്കകത്തെ ഏറ്റവും വലിയ ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. वादा किया था, हमने कहा मान जी ये तो आपका बड़प्पन है, आपने दे दिया बनाने के लिए, हम इस लायक हैं, हमारी कौम इस लायक है कि मुसलमानों के चंदे से इसको बना लेंगे. तो अब जब पूरी बन जाएगी तो बुला के उनका पूरा सम्मान किया जाएगा. ഗഡിയിലെ മഹന്ത് ഇതോടെ മുഹമ്മദ് ഗ്യാൻദാസ് ആയെന്നാണ് പ്രദേശത്തെ സംഘപരിവാർ നേതാക്കളുടെ ആരോപണം. ये मस्जिद जो बनी हुई है ये हनुमानगढ़ी जो मोहम्मद ज्ञानदास हैं वर्तमान में, पहले तो ज्ञानदास महंत थे लेकिन इस समय पर वो मोहम्मद ज्ञानदास हो गए, उपनाम पड़ गया है. ഹനുമാൻഗഡിയുടെ സ്വത്തുവകയായ മസ്ജിദ് വിട്ടുകൊടുക്കേണ്ട കാര്യം മഹന്തിന് ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ സനാതന ഹിന്ദുക്കൾക്ക് അപമാനകരമാണെന്നും അയോധ്യയിലെ മറ്റു ചില മഹന്തുകൾ കുറ്റപ്പെടുത്തുന്നു. ये सनातन समाज के लिए शर्मनाक है. आज मस्जिद के नाम पे आप जो निर्माण जो बंद थी उसको आपने उजागर किया और आने वाले समय ये आतंकवादियों का एक अड्डा होगा. 4 വർഷം മുമ്പേ മുസ്ലിങ്ങൾക്ക് ഗഡിക്കകത്ത് ഇഫ്താർ ഒരുക്കിയതിനും ബാങ്ക് വിളിക്കാൻ അനുവദിച്ചതിനും മഹന്തിനെതിരെ സംഘപരിവാർ രംഗത്തെത്തിയിരുന്നു. ये हमारे बीएसपी के लोगों ने चैलेंज किया कि महंत ज्ञानदास रोजा अवतार करा दिए कि इनके दम हो तो किसी मुसलमान के घर जा कर के ये हनुमान चालीसा पढ़ा के देखें. तो हमने बताया उनको, कहीं चलिए. हम गए, कम से कम 400-500 सन हनुमान चालीसा उनके घर पढ़े, उनके मस्जिद के बगल में. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട മണ്ണിൽ നിന്ന് പകയുടെയും വിദ്വേഷത്തിന്റെയും കഥകൾ മാത്രമായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാനുണ്ടായിരുന്നത്. എന്നാൽ ഹനുമാൻഗഡിയിലെ പ്രധാന മഹന്തായ ഗ്യാൻദാസ് സ്ഥലത്തെ തകർന്നുപോയ ഏറ്റവും വലിയ മസ്ജിദ് പുനർനിർമ്മിക്കാൻ മുസ്ലിങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്യുകയാണ് ഇപ്പോൾ അയോധ്യയിൽ. ഈ മസ്ജിദ് ഷാ ആലം മസ്ജിദ് ഏകദേശം നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ക്യാമറ പേഴ്സൺ ഷാഫിയോടൊപ്പം ഹനുമാൻഗഡിയിൽ നിന്നും എ റഷീദുദ്ദീൻ, മീഡിയ 1.